നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഉടലെടുത്ത ഇന്ത്യ പാക് സംഘർഷത്തിൽ ഏറ്റവും ഒടുവിലായി മറ്റ് ലോക രാജ്യങ്ങളുടെ ഇടപെടൽ ഉണ്ടാവുകയാണ്. അമേരിക്കയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ സംഘർഷം അവസാനിപ്പിക്കണം എന്ന ഒരു അഭിപ്രായത്തിലേക്ക് വന്നിട്ടുണ്ട്. സത്യത്തിൽ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ പ്രകോപനം പതിവ് പോലെ തന്നെ കഴിഞ്ഞ ദിവസം വൈകുന്നേരവും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഇന്ന് സേന തന്നെ കൃത്യമായ വിശദീകരണം നൽകിയിട്ടുണ്ട്. പതിവ് പോലെ തന്നെ ഇന്ത്യയുടെ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക്, അതുപോലെ തന്നെ സൈനിക കേന്ദ്രങ്ങളിലൊക്കെ പാകിസ്ഥാൻ ഇന്നലെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു. നിരവധി മിസൈലുകൾ, അതിൽ ദൂര മിസൈലുകൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ ഡ്രോണുകളും ചെറു മിസൈലുകളും അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ പാകിസ്ഥാൻ ഉപയോഗിച്ചു എന്ന ഒരു ആരോപണം ഇപ്പോൾ ഇന്ത്യ ഉന്നയിച്ചിട്ടുണ്ട്. അതാണ് ഇന്ത്യയെ ചൊടിപ്പിച്ചതും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ശക്തമായ ആക്രമണമാണ് പാകിസ്ഥാൻ്റെ വ്യോമത്താവളങ്ങളിൽ ഇന്ത്യ നടത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 3 വ്യോമത്താവളങ്ങൾ കൃത്യമായി ആക്രമിച്ച് തകർക്കുന്നു ഇന്ത്യ. ഇന്ന് പുലർച്ചെ 3 വ്യോമത്താവളങ്ങൾ കൂടി ആക്രമിക്കുന്നു. അങ്ങനെ മൊത്തം 6 വ്യോമത്താവളങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ പാകിസ്ഥാനിൽ ആക്രമിച്ച് തകർക്കുന്നത്. വൻ നാശനഷ്ടമാണ് പാകിസ്ഥാന് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ ഇന്ത്യൻ സേന ശ്രദ്ധ കേന്ദ്രീകരിച്ചത് വ്യോമത്താവളങ്ങളിലായിരുന്നു. ഒപ്പം പാകിസ്ഥാന്റെ ആയുധപ്പുരകളും അതുപോലെ തന്നെ ഡ്രോൺ ലോഞ്ചറുകളും ആക്രമിച്ച് നശിപ്പിച്ചു എന്ന് ഇന്ത്യൻ സേന ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. ഇങ്ങനെ കനത്ത നാശനഷ്ടമാണ് പാകിസ്ഥാന് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം തന്നെ വളരെ വലിയ പ്രകോപനം പാകിസ്ഥാൻ തീർത്തിരുന്നു. പാകിസ്ഥാന്റെ 100 കണക്കിന് ഡ്രോണുകളാണ് ഇന്ത്യൻ അതിർത്തി കടന്നു വന്നത്. ഇന്ത്യൻ വിമാനങ്ങൾ വ്യോമാതിർത്തി ലംഘിച്ചു. ഒരു യുദ്ധവിമാനം കൂടി ഇന്ത്യ വെടിവെച്ചിട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. എന്തായാലും അതിശക്തമായ ആക്രമണം, ഇതുവരെ നടന്നിട്ടുള്ളതിൽ വെച്ച് അതിശക്തമായ ആക്രമണമാണ് ഇന്നലെ പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയത്. ഇതിനെ തുടർന്ന് ആയുധപ്പുരകളിലടക്കം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് ഈ അന്താരാഷ്ട്ര ഇടപെടലുകൾ വരുന്നത് എന്നാണ് വലിയ വിഭാഗം വിദേശകാര്യ വിദഗ്ധരും വിലയിരുത്തുന്നത്. കാരണം ചൈന ഇതുവരെ ഇന്ത്യൻ നടപടിയെ അപലപിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ സംഘർഷം അവസാനിപ്പിച്ച് സമാധാനത്തിലേക്ക് മടങ്ങി വരണം എന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അമേരിക്കയും പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ചതിൽ ചെറിയ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഇത് തീർച്ചയായും പാകിസ്ഥാൻ ഏറ്റിരിക്കുന്ന വലിയ തിരിച്ചടിയുടെ ഫലമായിട്ടാണ് എന്ന് വിലയിരുത്തുകയാണ് സേന. അതായത് ഇന്ന് പകലും പാകിസ്ഥാൻ ചില പ്രകോപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ചില പ്രകോപനങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. അത് പാകിസ്ഥാൻ്റെ അതിർത്തി സംരക്ഷണ സേനയാണ് പാക് റേഞ്ചേഴ്സ്. ഇന്ത്യക്ക് BSF എന്ന പോലെ പാകിസ്ഥാന് പാക് റേഞ്ചേഴ്സ് അവരുടെ അതിർത്തി സംരക്ഷണ സേനയാണ്. ഈ അതിർത്തി സംരക്ഷണ സേനയെ അതിർത്തിയിൽ നിന്നും, നമ്മുടെ നിയന്ത്രണ രേഖയിലെ അതിർത്തിയിൽ നിന്നും പിൻവലിച്ച് പകരം പാകിസ്ഥാൻ സൈന്യം തന്നെ സുരക്ഷാ ചുമതല ഏറ്റെടുക്കുന്നു എന്ന ഒരു വാർത്ത വരുന്നുണ്ട്. അത് ഇന്ത്യൻ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ അത് വലിയ പ്രകോപനമാണ്, മറ്റൊരു കരയുദ്ധത്തിലേക്ക് നയിക്കുന്നതാണ്. ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇത് കാര്യങ്ങൾ വഷളാക്കാവുന്ന ഒരു തീരുമാനമാണ് എന്നും ഇന്ത്യ പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ശക്തമായ ആക്രമണങ്ങൾക്കാണ് ഇന്ത്യ നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അത് പ്രകോപനം തുടർന്നാൽ ആക്രമണത്തിന്റെ തോത് കടുപ്പിക്കുമെന്നും ഇന്ത്യൻ സൈന്യം അറിയിക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം. സ്വാമി ശരണം. പന്തളത്തിനടുത്ത് തുമ്പമൺ എന്ന സ്ഥലത്ത് ഉള്ള ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ എനിക്ക് തോന്നുന്നു അപൂർവമായ ഒരു സത്രം അരങ്ങേറുകയാണ്. സ്കന്ദ മഹാസത്രം. മുരുകയുഗമാണ് ഇനി അടുത്ത ഭാരതത്തിൽ വരാൻ പോകുന്നത്. ലോകം മുഴുവൻ മുരുകയുഗമായി മാറുകയാണ്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഇനി ഏറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സത്രങ്ങളും ഇതുപോലുള്ള ചടങ്ങുകളും നടക്കുന്നുണ്ട്. പക്ഷെ ഇനി കേരളത്തിൽ അങ്ങനെ അധികം നടക്കുന്നില്ല. ഇത് ആദ്യമാണോ എന്ന് സംശയമുണ്ട്. എന്തായാലും ഈ സത്രത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം. ഈ സത്രത്തിൽ ഒരു വൻ വിജയമാക്കി തീർക്കണം. ഈ സത്രത്തിനും അതിലെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ ഹൃദയംഗമായ ആശംസകൾ. സ്വാമിയെ ശരണമയ്യപ്പ.